ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മുൻപ് എന്നത്തേക്കാളും അധികം വളരെ ഫ്യൂണറൽസിന് പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ ആളുകൾ മരിക്കുന്ന സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യം, ഈ ലോകത്തിലൊന്നും നമ്മൾ പൊസസ് ചെയ്യാൻ പോകരുത്, പൊസസീവ് ആകരുത്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. കെ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, 85 വയസ്സോളം പ്രായമുള്ള ആ വ്യക്തി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ തൻ്റെ സഹോദരൻ പറഞ്ഞ കാര്യമാണ്. കെ ചെറിയാൻ പാസ്റ്റർ റാന്നി, അതായത് അവരുടെ കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടി ഇങ്ങനെ ഡിവൈഡ് ചെയ്തൊക്കെ വന്നപ്പോൾ കെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തുള്ള ഒരു വ്യക്തി പറഞ്ഞു, അതിനകത്ത് കുറേ പ്രോപ്പർട്ടിക്ക് അയാൾക്ക് അവകാശമുണ്ട്. ന്യായമായിട്ട് പറഞ്ഞാൽ ഇല്ല. എന്നാൽ കെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, വിട്ടുകൊടുത്തേരെ, ഒന്നിനും യുദ്ധത്തിന് പോകണ്ട. അങ്ങനെയുള്ള എത്ര പേരുണ്ട്. ലോകത്തിൽ നമുക്ക് സ്വത്തുള്ളതല്ല വിഷയം, പക്ഷെ നമ്മളതിനൊരു പൊസസീവായാൽ അത് നമുക്ക് ദോഷമായിട്ട് വരും. ചിലർ കുടുംബത്തിൻ്റെ കാര്യത്തിൽ പൊസസീവാണ്. കുടുംബത്തിനകത്ത് തന്നെ ഭാര്യയും ഭർത്താവും കൂടെ കോമ്പറ്റീഷൻ, പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് പുറത്തുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ. ഈ കമ്പാരിസണും കോമ്പറ്റീഷനും പോകുന്നത് ദോഷമേ ചെയ്യത്തുള്ളൂ. ഇന്ന് നമ്മൾ മനുഷ്യനിൽ കാണുന്ന ഏറ്റവും വലിയ കുഴപ്പം ഡിസ്ട്രാക്ഷനാണ്. ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. 100 കാര്യങ്ങളാണ്. മാർത്തയുടെ കൂട്ടാണ്. എന്നാൽ അതേ വീട്ടിൽ താമസിച്ച മറിയയോ, ആ മറിയ ഫോക്കസ് ചെയ്തു ദൈവികമായ കാര്യങ്ങളിൽ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്താനൊക്കത്തുള്ളൂ, എന്തെങ്കിലും നേടാനൊക്കത്തുള്ളൂ. എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയാൽ ദിവസവും മണിക്കൂറുകൾ നഷ്ടമാകും. ഒരു ചെറിയ ഡിഗ്രി എടുക്കാനോ സർട്ടിഫിക്കറ്റ് കോഴ്സ് പോലും എടുക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. കാരണം 100 കാര്യങ്ങളിൽ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏതാണ് ഇമ്പോർട്ടൻ്റ്? ഈ ലോകത്തിലുള്ള ഒന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. പണമുള്ളതല്ല വിഷയം. എത്ര പണമുണ്ടെങ്കിലും ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. എന്നാൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ പണത്തിന് വേണ്ടി ചാകാൻ, അവർക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഹൈലി പൊസസീവായിട്ടുള്ള, പണത്തിന് വേണ്ടിയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും ഹൈലി പൊസസീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ അവസാനം വളരെ ദുഃഖകരമായിരിക്കും, കഷ്ടകരമായിരിക്കും. ലൂക്കോസ് 12:15 ഇങ്ങനെ പറയുന്നു, പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുവന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവനാധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്തെല്ലാം ഈ ലോകത്തിലുണ്ടെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് അത് വല്ലവരുടെയുമായിത്തീരുന്ന ഒന്നാണ് മരണം. അത് ഏത് മനുഷ്യനും എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് ഇവിടെയുള്ള ഒന്നിനോടും അധികം പൊസസീവ് ആകാതിരിക്കുക. വസ്തുവകയായിക്കൊള്ളട്ടെ, വ്യക്തികളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. 2 പത്രോസ് 2:19, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. എ മാൻ ഓർ എ വുമൺ ഈസ് എ സ്ലേവ് ടു വാട്ട് എവർ ഹാസ് മാസ്റ്റേർഡ് ദം. 1 തിമോത്തിയോസ് 6:10, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. വേറൊരിടത്തിങ്ങനെ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ മുൻപാകെ ഉത്തമമായത് ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റവും അധമമാണ്. ലോകത്തിൻ്റെ ഉന്നതികൾ ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് യാതൊരു വിലയുമില്ല എന്ന് നാം മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളതിന് നമ്മളും പ്രാധാന്യം കൊടുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.